നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡബിൻ മല്ലു വേൾഡ് ജസ്റ്റിൻ ലോയ്സ് ആണ്. കേരളത്തിൽ എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുകയാണ്. നല്ല മഴയാണെന്ന് പറയണം. ഇവിടെ നല്ലതായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. പലയിടങ്ങളിലും ഒരുപാട് കാറ്റൊക്കെ ഊതിയിട്ട് മരം കൊടിച്ച് അടിച്ച് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലേക്ക് ഞാൻ ജസ്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞാണ്. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. പ്ലീസ് സേഫ്. ഓക്കെ. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇന്നത്തെ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് യൂണിയനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മൾ മോസ്റ്റ്ലി ഐലൻഡിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അൺഫോഴ്സിൻ ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മങ്ങനെ വരാറുണ്ട്. സാധാരണ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് യൂണിയൻ പോലുള്ള ഈ ഒരു സംരംഭം ശരിക്കും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് കുറേയധികം സേവിങ്സ് ഒക്കെ മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് യൂണിയൻ ആക്ച്വലി ബാങ്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ കുറച്ചൊന്ന് മാറ്റി വെച്ച് സേഫ് ആയിട്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് അത് വലിയ ഉപകാരവും അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ലോണുകളൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് കുറെ അധികം പ്രയോജനമുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ദിവസം ക്രെഡിറ്റ് യൂണിയനിൽ ഒരു അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ക്രെഡിറ്റ് യൂണിയൻ പോലുള്ള ഈ ഒരു ബാങ്കിങ് സിസ്റ്റം നമുക്ക് ആക്ച്വലി കുറേയധികം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളൊക്കെ നമ്മൾ എപ്പോഴും ടച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇടങ്ങളാണ് അല്ലെ. നമുക്ക് എപ്പോഴും ഒത്തിരി പൈസ മാറ്റി വയ്ക്കാനൊന്നും പറ്റാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ആയിട്ട് നമുക്ക് കുറെ അധികം ചെലവുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ക്രെഡിറ്റ് യൂണിയൻ പോലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സേവിങ്സ് ആണ് ആക്ച്വലി. സോ നമുക്ക് പ്രത്യേകിച്ച് കാർഡുള്ള കാര്യങ്ങൾ അതിനകത്തില്ല. സോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഇപ്പൊ നമുക്കൊരു €10 വാങ്ങിയോ കൈ കിട്ടിയോണെങ്കിലും അത്രയും പൈസ നമുക്ക് മാറ്റി വെച്ച് നമുക്ക് സേവ് ചെയ്ത് ഒരു സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ബിഗിൻ ചെയ്യാനൊക്കെ ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് യൂണിയൻ. സോ നമ്മുടെ ഡയറക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് യൂണിയൻ ആക്ച്വലി. സോ അതുകൊണ്ട് നമുക്ക് കുറെ പ്രയോജനപ്പെടും. കുറേയധികം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാനും ക്രെഡിറ്റ് യൂണിയൻ അക്കൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സമയത്ത് നമുക്ക് ഒരു ചെറിയ ചെറിയ ലോണൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അൺഫോർസീൻ ആയിട്ടുള്ള കുറെ അധികം എന്താ പറയുക എക്സ്പെൻസ് നമുക്ക് ലൈഫിൽ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. സോ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് എന്റെ ലോക്കലായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എടുക്കണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോകണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ചില എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഓർക്കപ്പുറത്ത് കയറി വരുന്ന എക്സ്പെൻസുകളായിരിക്കും അല്ലെ. സോ ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് നേരത്തെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി ആക്ച്വലി. റൂം ലോക്ക് ആയിപ്പോയി. മീൻസ് നമ്മുടെ റൂം എന്താ പറയാ, അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ കീ ഒടിഞ്ഞ് തവളുപൊടിയായിപ്പോയി. അപ്പം എന്റെ പിന്നെ മക്കളെ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം ഇവിടെ എക്സ്ട്രാ കീ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ലോക്ക് സ്മിത്തിനെയൊക്കെ വിളിക്കേണ്ട വന്നു. നമുക്കറിയാലോ, ലോക്ക് സ്മിത്തിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒടുക്കത്തെ ചാർജ് €90 ആണ് ആക്ച്വലി അവർക്ക് വന്ന് ജസ്റ്റ് ഒന്ന് വരുന്നതിന്, വന്നത് നോക്കുന്നതിന്. അവര് താക്കോലൊക്കെ ഇട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ പൂട്ട് പൊളിച്ച് പുതിയ പൂട്ട് വെക്കുന്നതിന് നല്ല എക്സ്പെൻസ് ആണ്. നല്ലൊരു എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി. അത് ഭയങ്കര നമുക്ക് അൺഫോർസീൻ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് അതൊക്കെ. നമ്മളിപ്പം ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതൊന്നും പെട്ടെന്ന് താങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ഈ ക്രെഡിറ്റ് യൂണിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുറെ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് കുറെ സേവിങ്സ് ഒക്കെ ഉണ്ടാകാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പൈസ എക്സ്ട്രാ വരുന്ന സേവിങ്സ് ഒക്കെ നമുക്ക് ക്രെഡിറ്റ് യൂണിയനിലേക്ക് നമുക്ക് മാറ്റി അവിടെ സേവ് ചെയ്യാം. അപ്പൊ ആ സേവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന് അവിടെ നിന്ന് ലോണോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അറിയാൻ പറ്റിയത്. അപ്പം അതാണ് നമ്മൾക്ക് ഇന്ന് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ഞാനിപ്പോ ബാങ്കിലേക്ക് പോകാൻ പോവാണ്. അപ്പം അവിടെ ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ.